ഹായ്, പാർക്കുട്ടി മീഡിയയിലേക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ആകാരത്തിന്റെ 4-5 വ്യായാമ മുറകളിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 3 വ്യായാമങ്ങൾ പഠിച്ചിരുന്നു. എല്ലാവരും അത് ചെയ്ത് മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് 4-5 ചുവട് ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് നമ്മൾക്ക് കുറച്ച് വ്യായാമം നമ്മളുടെ ശരീരത്തിന് നൽകേണ്ടതുണ്ട്. ഇന്ന് നമ്മളുടെ ഈ ശരീരഭാഗത്തേക്കുള്ള ഞരമ്പുകളുടെയും പേശികളുടെയും വലുവിന് അനുയോജ്യമായിട്ടുള്ള ഒരു ലിഫ്റ്റ് എക്സസൈസ് ആണ് ചെയ്യുന്നത്. 2 സൈഡിലും അത് നമ്മുടെ ഈ ഭാഗങ്ങൾക്ക് വലിവ് കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസ്. അത് ആദ്യമേ ഞാൻ കാലിന്റെ എക്സസൈസ് ആണ് ചെയ്യുന്നത്, കാലുകൾക്കുള്ള എക്സസൈസ് ആണ് നൽകുന്നത്. അതിനുശേഷം ഞാൻ നമ്മളുടെ ഇത്രയും ഭാഗങ്ങൾക്കുള്ള രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോകുന്നു. ഫസ്റ്റിലത്തേത് നമ്മുടെ സൈഡ് ലെഗ് ലിഫ്റ്റ്സ്. ഇതാണ് 4ാമത്തെ എക്സസൈസ്. അത് ഈ സൈഡും കൂടി ചെയ്യുമ്പോൾ അത് പൂർണ്ണമാകുന്നു. 5ാമത്തെ എക്സസൈസ് റിവേഴ്സ് സൈഡ് ലിഫ്റ്റ്സ് ആണ്. അത് നമ്മളുടെ ഈ ഭാഗങ്ങൾക്കുള്ള എക്സസൈസ് ആണ്. അപ്പോൾ നമുക്ക് അതിന് മുന്നിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് 2-3 എക്സസൈസുകളിലേക്ക് ജോഗിങ്ങിലേക്ക് കിടക്കാം. അതായത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമ്മളുടെ ബോഡിക്ക് നല്ല ഒരു റിലാക്സേഷൻ കൊടുക്കുക. അതിനുശേഷം നല്ല ശരിക്കും ഒരു ഒരു നല്ല മൂവ്മെന്റ് നമ്മളുടെ ബോഡിക്ക് നൽകുക. ഇതാണ്. അതിനുശേഷം നമ്മളെ കൈകൾ ഈ സൈഡിലേക്ക് നമ്മുടെ കൈകൾക്ക് 2 വ്യായാമം കൊടുക്കുക. ഈ പൊസിഷനിലേക്ക് നമ്മൾ വന്നതിന് ശേഷം നമ്മുടെ കൈകൾ ബാക്കിലേക്കും ഈ 2 എക്സസൈസ് നൽകുക. അതിനുശേഷം നമ്മളുടെ ഇത് നൽകുക, ഇത്രയും നൽകുക. ഈ ബാക്കിലേക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് ഈ പൊസിഷനിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ കൈയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ച് റിവേഴ്സ് ഇങ്ങോട്ട് ചെയ്യുക. ഇങ്ങനെ. ഇത് നമ്മളുടെ ഈ ഷോൾഡറിന്റെ ഭാഗങ്ങൾക്കും ഈ സൈഡിലുള്ള പേശികൾക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു എക്സസൈസ് ആണ്. ഇവിടുത്തെ മാംസപേശികളെ നന്നായി ചുരുക്കുകയും ഇവിടുത്തെ പേശികൾക്ക് നല്ലൊരു അയവുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഷോൾഡർ റൊട്ടേഷൻ. ഈ ഷോൾഡർ റൊട്ടേഷൻ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട എക്സസൈസ് ആണ്. അതിൻ്റെ നമ്മളുടെ ഈ പിടിപ്പിന് യാതൊരുവിധ ബലപ്രയോഗവും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനെ എക്സസൈസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും നല്ല ശക്തിയോടുകൂടി വ്യായാമം ചെയ്യരുത്. വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ശരീരഭാഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അയവ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എക്സസൈസ് ചെയ്യാൻ. നമ്മൾ ശക്തിയോട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മാംസപേശികൾക്ക് പെട്ടെന്നൊരു കൊളുത്തിപ്പിടുത്തം ഉണ്ടാവാം. അത് നമ്മളുടെ മസിലുകൾക്ക് പെയിൻ ഉണ്ടാവുകയും നമ്മളുടെ ബോഡിയെ നമ്മുടെ എക്സസൈസിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളെ വികർഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആകർഷണ രീതിയിലുള്ള എക്സസൈസുകൾ വേണം നമ്മളുടെ ശരീരത്തിന് നൽകേണ്ടത്. വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസോടുകൂടി ചെറിയ എക്സസൈസുകൾ കൊണ്ടുവന്ന് നമ്മളുടെ ബോഡിക്ക് നല്ല കാഠിന്യമേറിയ എക്സസൈസിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ ഈ ചെറിയ രീതി ചെയ്ത് ഇനി നമ്മൾ ഈ സൈഡ് ലിഫ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു എക്സസൈസ് ചെയ്യാം. അത് നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഇതിനെ തിരിച്ചു ഇങ്ങോട്ട് എടുക്കുക. ഈ നമ്മളുടെ ശ്വാസോച്ഛ്വാസം നമ്മുടെ ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. ഇതിനെ നമുക്ക് ഒരു വലിവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇനി നമ്മളുടെ ശരീരത്തെ ഒന്ന് ചെറിയ രീതിയിൽ റൊട്ടേറ്റ് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ ഈ 2 സൈഡിലേക്കും നമുക്ക് നല്ല രീതിയിലുള്ള എക്സസൈസ്. നമുക്ക് ഈ എക്സസൈസിന് വെറുതെ ഒന്ന് കൊടുക്കാം. ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബെൻഡിങ് ഒന്ന് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഒരു ജോഗിങ് നമ്മുടെ ബോഡിക്ക് നൽകാവുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 4-5 എക്സസൈസിലേക്കാണ് പോകുന്നത്. 4ാമത്തേത് നമ്മളുടെ ലെഗ് സൈഡ് ലിപ്സ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്തത് റിവേഴ്സ് സൈഡ് ലിപ്സ്. ഈ 2 എക്സസൈസ് ആണ് ഇന്ന് നമ്മൾ ഈ മീഡിയയിലേക്ക് ഇടുന്നത്. അപ്പൊ നമ്മൾ സൈഡ് ലെഗ് ലിപ്സിലേക്കാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. നമ്മൾ ഈ മാറ്റിലേക്ക് ഇങ്ങനെ വരുന്നതിന് ശേഷം നമ്മൾ ഈ പൊസിഷനിലേക്ക് ഇവിടെ ഇരിക്കുക. ഇങ്ങനെ വന്നതിന് ശേഷം നമ്മളുടെ ശരീരം മെല്ലെ ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം നമ്മളുടെ കാലുകളെ നേരെ നിവർത്തുക. എപ്പോഴും നമ്മളുടെ കാലുകൾ നേർരേഖയിൽ ആക്കണം. എന്നിട്ട് നമ്മൾ അതിനെ ഈ പൊസിഷനിലേക്ക്
ചരിച്ച് നമ്മളുടെ കാലുകളെ നേരെ ഈ പൊസിഷനിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിത് ഇങ്ങനെ കിടക്കുക. കിടന്നിട്ട് നമ്മളുടെ ഏത് സൈഡിലേക്ക് കിടക്കുന്നോ ആ സൈഡിലെ കൈ നമ്മൾക്ക് തലയണയായി ഉപയോഗിക്കുന്നതാണ്. മറ്റേ സൈഡിലെ കൈ ഈ പൊസിഷനിൽ ഇവിടെ ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കാലിനെ ഇത്രയും പൊക്കിയാൽ മതിയാവും. ഈ ഉയരത്തിൽ പൊക്കിയതിന് ശേഷം നമ്മൾ ഈ കാലിന്റെ ടോ നേരെ മുന്നിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് കാലിനെ ബാക്കിലേക്ക് ഉയർത്തി കൊണ്ടുപോയി സൈഡിലേക്ക് വലിച്ചു കൊണ്ടുപോവുക. ഈ പൊസിഷൻ. ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പേശികൾക്ക് നല്ല വലിവ് കിട്ടുന്നു. ഈ സൈഡിലെ പേശികൾ നന്നായി വലിയുകയും നമ്മുടെ കാലുകളിലേക്ക് അതിന്റെ ഒരു റിഫ്ലെക്സ് ചെല്ലുകയും ചെയ്യുന്നു. ഇതിന് നമ്മൾ കൈ ഇവിടെ കൊടുക്കുന്ന നമ്മളൊരു സപ്പോർട്ട്, ബോഡിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ കൈ എടുക്കുക. ഈ സമയം നമ്മുടെ തല പൊന്താൻ പാടില്ല. ഇങ്ങനെ ശരിക്ക് ഇങ്ങനെ വലിക്കുക. വീണ്ടും യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് കാലിനെ സ്റ്റോപ്പ് ചെയ്യുക. വീണ്ടും ഒന്നും കൂടെ ഞാൻ കാണിക്കുന്നു. കാലിനെ മെല്ലെ പൊക്കിക്കിട്ട് ഇത്രയും പൊക്കിയതിന് ശേഷം നമ്മുടെ കാലിനെ സൈഡിലേക്ക് ബാക്കിലേക്ക് വലിച്ച് കാലിന്റെ ടോ ശരിക്ക് നേരെ സ്ട്രൈറ്റ് ആക്കിക്കൊണ്ട് ബാക്കിലേക്ക് ശരിക്ക് വലിക്കുക. ബാക്കിലേക്ക് നമുക്ക് പോകാവുന്ന അത്രയും വലിച്ചുകൊണ്ട് പോവുക. മാക്സിമം നമ്മൾ എന്തോരം ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോകാമോ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന അത്രയും നമ്മൾ വലിച്ചു കൊണ്ടുപോവുക. ഈ സമയം നമ്മുടെ തലയും നമ്മളുടെ കൈകളും ഭൂമിയിൽ നിന്നും പൊന്തരുത്. ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഈ സൈഡിലേക്ക് വയ്ക്കുക. ഇനി നമ്മൾ മറുഭാഗവും ഇതേപോലെ ചെയ്യുക. അതിന് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റിട്ട് ഞാൻ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുന്നു. ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പൊസിഷനിൽ കിടക്കുന്നത്. ഇങ്ങനെ കിടന്നതിന് ശേഷം ഈ സൈഡിലെ കൈ ഇവിടെ വെക്കുന്നു. കൈയുടെ പൊസിഷന് മാറ്റിയില്ല. നമ്മളുടെ കിടക്കുന്ന സൈഡിലെ കൈ തലയണയായി മറ്റേ കൈ ഇവിടെ താങ്ങിന് വെക്കുന്നു. അതിനുശേഷം ഈ കാലിനെ ഇങ്ങനെ നീട്ടി ഇത്രയും പൊക്കി നേരെ ബാക്കിലേക്ക് മാക്സിമം നമ്മൾ ബാക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി കാലിന്റെ ടോ സ്ട്രൈറ്റ് ആയിട്ട് നേരെ മുന്നോട്ട് ഫേസ് ചെയ്ത് കാലിനെ മാക്സിമം പുറകിലേക്ക് വലിക്കുക. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്തുള്ള ഞരമ്പുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു വലിവ് അനുഭവപ്പെടുന്നു. ഈ സമയം നമ്മുടെ തല, നമ്മുടെ ശരീരം ഭൂമിയിൽ നിന്ന് പൊന്തരുത്. ഈ പൊസിഷൻ ഒന്നുകൂടെ ചെയ്യുന്നു. കാലിനെ പൊക്കി നേരെ ബാക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകും. സൈഡ് കാലിന്റെ ടോ നേരെ മുന്നിലേക്ക് ഫേസ് ചെയ്ത് കാലിനെ ശരിക്കും ബാക്കിലേക്ക് ഉയർത്തി സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, വലിക്കുക. നേരെ ഇവിടെ കൊണ്ടുവന്നു. നമ്മുടെ ഈ ഭാഗത്തുള്ള മാംസപേശികൾക്ക് നല്ല ഒരു സ്ട്രോങ് ലഭിക്കുകയും ഇവിടുത്തെ പേശികൾ നന്നായി വലിയുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മളുടെ ഇവിടെയുള്ള ഫ്ലാറ്റ്, ഇവിടെയുള്ള കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിഞ്ഞു പോയി ഇവിടെ നല്ല വടിവത്ത നല്ലൊരു ഷേപ്പ് നമുക്ക് ഈ ഭാഗങ്ങൾക്ക് ലഭിക്കുന്നു. ഇതാണ് സൈഡ് ലെഗ് ലിഫ്റ്റ്. ഇനി നമ്മൾക്ക് സൈഡ് റിവേഴ്സ് കിട്ടണം. സൈഡ് ലെഗ് റിവേഴ്സ്. അതിന് നമ്മൾ ആ പൊസിഷനിൽ തന്നെ രണ്ടാമത്തെ എക്സസൈസ് ആണ് നമ്മൾ ഇവിടെ കിടക്കുക. കിടന്നതിന് ശേഷം നമ്മളുടെ ഈ തലയും ഇത്രയും ഭാഗത്തെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരിക. ഇങ്ങനെ. ഇപ്പൊ നമ്മളുടെ ഈ ഇവിടുത്തെ ഈ തലയും ഈ മേൽഭാഗം മാത്രമേ ഉയരുന്നുള്ളൂ. ഇവിടെ മാക്സിമം നമ്മളെ മുകളിലേക്ക് വലിക്കുക. ഇങ്ങനെ. കൈ ഇവിടെ സപ്പോർട്ട് കൊടുക്കാം. അതിനുശേഷം കിടക്കുക. അപ്പൊ നമ്മളുടെ ഈ ഭാഗങ്ങൾക്കുള്ള പേശികൾക്ക് നല്ല വലിവ് അനുഭവപ്പെടുകയും ഇവിടെ നല്ല ഷേപ്പ് നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ. അപ്പൊ നമ്മുടെ ഈ അരഭാഗം ഭൂമിയിൽ നിന്നും പൊങ്ങത്തില്ല. ഇത്രയും ഭാഗത്ത് ഭൂമിയിൽ നിന്നും പൊങ്ങാതെ ഇവിടെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ സൈഡ് മാത്രം നന്നായിട്ട് വലിക്കുക. മേലിട്ട് വീണ്ടും നമ്മൾ കിടക്കുക. വീണ്ടും ഒന്നും കൂടെ. ഇപ്പോൾ നമ്മുടെ ഈ സൈഡിലുള്ള ഭാഗങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വലിവ് അനുഭവപ്പെടുകയും ഇവിടുത്തെ പേശികൾ ഉറച്ച് നമുക്ക് ഇവിടെ നല്ലൊരു ഷേപ്പ് ലഭിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഈ സൈഡിലേക്ക് കിടന്നിട്ട് നമ്മള് ഇപ്പുറത്തെ സൈഡ് ഇവിടുത്തെ പേശികൾക്ക് വലിവ് കൊടുക്കണം. ഇങ്ങനെ കിടക്കുക. കിടന്നതിന് ശേഷം കൈ ഇവിടെ പിടിക്കുക. അതിനുശേഷം നമ്മളുടെ തലയും ഇത്രയും ഭാഗത്തെ ഉയർത്തി ഇവിടുത്തെ ഈ ഹിപ്പ് ഭാഗം ഉയരാത്ത രീതിയിൽ ഇവിടെ മാത്രം ഉയർത്തുക. ഇത് നമ്മളുടെ ഈ സൈഡിലെ മാംസപേശികൾക്ക് നല്ല ഒരു സ്ട്രോങ് കൊടുക്കുക. ഇവിടുത്തെ പേശികളെ നന്നായി വലിച്ച് മുറുക്കുന്നു. ഇപ്പോൾ ഈ രണ്ട് എക്സസൈസുകളുമാണ് നമ്മൾക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള
2 എക്സസൈസുകൾ 2 വ്യായാമം ഞാൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾക്ക് ഇപ്പം മൊത്തമായി നമ്മൾ 5 വ്യായാമം നമ്മളുടെ ഈ ശരീരങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ പഠിപ്പിച്ച 5 എണ്ണത്തിൽ ആദ്യത്തേത് അബ്ഡോമിനൽ ക്രച്ചസ്, രണ്ടാമത്തേത് റിവേഴ്സ് ക്രച്ചസ്, മൂന്നാമത്തേത് ഡബിൾ ക്രച്ചസ്, നാലാമത്തേത് സൈഡ് ലെഗ് ലിഫ്റ്റ്സ്, അഞ്ചാമത്തേത് സൈഡ് ലെഗ് റിവേഴ്സ്. നമ്മൾ ഇത് 5 ഭാഗങ്ങളും നമ്മളുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ഈ ഭാഗങ്ങൾക്ക് നല്ല ഒരു അയവ് വരികയും ഇവിടുത്തെ പേശികൾ നന്നായി വലിയുകയും മാംസപേശികൾ ശരിക്കും മുറുകി നമുക്ക് ഈ ഭാഗങ്ങളിലെ കൊഴുപ്പിനെ നിശേഷം മാറ്റുകയും ഈ ഭാഗത്തെ നല്ല ഷേപ്പ് നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തു. ഈ 2 സൈഡിനും നല്ല ഷേപ്പ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഈ വയർ ഭാഗത്തുള്ള പേശികളിലെ മുറുക്കം വരികയും നമ്മളുടെ നമ്മുടെ ഉദരഭാഗത്തടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ നിശേഷം മാറ്റുകയും ചെയ്തിപ്പം നമ്മളുടെ ആകാര വടുവൻ നമ്മളുടെ ശരീരത്തിലേക്ക് നല്ല രീതിയിൽ നല്ല ഒരു ഭംഗിയോടുകൂടി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ 5 എക്സസൈസുകൾ നമ്മൾ നിരന്തരമായി ചെയ്യുക. ഈ 5 എക്സസൈസുകളാണ് നമ്മളുടെ ബോഡിക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ ബാക്ക് ഭാഗത്തെ എക്സസൈസ് ആണ്. ബാക്ക് ഭാഗത്തെ എക്സസൈസ് നമ്മൾ അടുത്ത ദിവസമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പം അടുത്ത ദിവസം നമ്മൾ ബാക്ക് ഭാഗത്തെ എക്സസൈസുമായി വരുന്നത് വരെ ഈ എക്സസൈസ് നമ്മൾക്ക് നിരന്തരമായി ചെയ്യേണ്ടതാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള 5 എക്സസൈസിലൂടെ നമ്മളുടെ ശരീരത്തെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമ്മളുടെ ശരീരത്തിനെ കാഴ്ചവെക്കുകയും നല്ല രീതിയിലുള്ള ഒരു ശരീര സൗന്ദര്യത്തെ വടിവാർന്ന ശരീരവും നല്ല അഴകോടുകൂടിയ ഒരു ശരീരവും നല്ല അംഗഭംഗിയും നമ്മൾക്ക് രൂപാന്തരപ്പെടുന്നു. ഈ എക്സസൈസ് എല്ലാ ദിവസവും രാവിലെ തന്നെ നിരന്തരമായി ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട എക്സസൈസുകൾ നമ്മൾ ചെയ്യേണ്ടത് രാവിലെയാണ്. രാവിലെ തന്നെയാണ് എല്ലാവരും കഴിയുന്നത്. ഏറ്റവും വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരുത്തിയതിനു ശേഷം നമ്മൾ രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുക. അതാണ് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇത്രയും എക്സസൈസുകൾ നിങ്ങൾ ഏവർക്കും മനസ്സിലായിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾക്ക് അടുത്ത ബാക്ക് എക്സസൈസിലേക്ക് നാളെ വരുന്നത് വരെ ഇന്നത്തെ ഈ എക്സസൈസുകൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പ്രയോജനപ്പെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ സ്നേഹ ആശംസകളും ഞാൻ പാർക്കുട്ടി മീഡിയയിലൂടെ ഏവർക്കും നൽകിക്കൊണ്ട് എൻ്റെ പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ പൂർണ്ണമാക്കുന്നു.